ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആർക്കെങ്കിലും ഇച്ചിരി സന്തോഷക്കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ സ്ക്രീനിൽ ഒരു നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിൽ വിളിച്ചറിയിക്കുക. ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്, കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്ന്? മോശ ഒരിക്കൽ പ്രാർത്ഥിച്ചു, ദൈവമേ നീ എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ നീ അയക്കരുത് എന്ന് പ്രാർത്ഥിച്ചു. ഇതുപോലെ ഇന്ന് ഈ ആദ്യ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ, ആദ്യ മണിക്കൂറുകളിൽ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുകയാണെങ്കിൽ ഇന്ന് ആ പ്രാർത്ഥന നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എൻ്റെ കൂടെ വരുന്നില്ല എങ്കിൽ ഞാൻ ഇതിനകത്ത് പോകുന്നില്ല, നിന്റെ കൈ എന്നെ നടത്തണം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാമെങ്കിൽ കർത്താവിൻ്റെ കരം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ്, ഒരു പ്രൈം സ്പോൺസറാണ് പാലക്കാട് നിന്ന് സെലീന ഷോപ്പയാണ്. താങ്ക് യു സെലീന. കൊച്ചുമകൻ ആൻഷുലിന് 10th ബോർഡ് എക്സാമിന് ഉന്നത വിജയം ലഭിക്കുവാൻ, തുടർന്നുള്ള വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൊച്ചുമകൻ ആയുഷിന്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ, മകളുടെയും മരുമകന്റെയും ജോലിയിൽ ഉയർച്ച ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. അപ്പോൾ തന്നെ നമുക്ക് കോ സ്പോൺസേഴ്സ് ഉണ്ട്. മാവേലിക്കരയിൽ നിന്ന് ഗോപിക ആണ് നമ്മുടെ ഇന്നത്തെ ഒരു കോ സ്പോൺസർ. ഇന്ന് മകൾ ഗംഗയുടെ 13ാമത്തെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ഗംഗ. കർത്താവെ ധാരാളമായിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആത്മീയമായിട്ട് വളരുവാൻ, വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ, കർത്താവെ അതുപോലെ അവരുടെ ശാരീരികമായ അസുഖങ്ങൾ സൗഖ്യമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും. ഇന്ന് വൈകുന്നേരം 2 പ്രധാന മീറ്റിംഗ് നടക്കുകയാണ്. കൊച്ചിയിൽ വെച്ചിട്ട് ഫ്രൈഡേ സർവീസ് എന്ന പേരിൽ നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അത് ലൈവ് ടെലികാസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ നമ്മുടെ മീഡിയ പ്ലാറ്റ്ഫോമിലുണ്ട്. കാണുക, അല്ലെങ്കിൽ നേരിട്ട് വന്ന് അറ്റൻഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇന്ന് ദുബായിൽ ഇന്ന് വൈകിട്ട് നടക്കുന്ന മീറ്റിംഗിലേക്ക് മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ദയവായി കടന്നു വരിക. വലിയ വിടുതൽ കർത്താവ് ചെയ്യാനായിട്ട് പോവുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ ഈ ആഴ്ചയിൽ അവസാനത്തെ എപ്പിസോഡാണ്. പക്ഷെ അതിലേക്ക് മുന്നിലേക്ക് നാളത്തെ എപ്പിസോഡിൻ്റെ നമ്മൾ നേരിട്ട് കാണും. എന്നാൽ അതിനു മുന്നേ ഇന്നത്തെ ഈ എപ്പിസോഡിൽ രാമിന് സംസാരിക്കാനായിട്ട് പോകുന്നത് സന്തോഷ ജീവിതം, ഹാപ്പി ലൈഫ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഭാരങ്ങൾ നമ്മെ താഴേക്കിരുത്തും, തൂവലുകൾ നമ്മെ ഉയരങ്ങളിലേക്ക് പറപ്പിക്കും. എന്തെൻ്റെ ഉള്ളിലേക്ക് വരുന്നത് ഞാനങ്ങ് പറയുക നിങ്ങളോട്. കൊച്ചു കൊച്ചു വിഷയങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളായി മാറാം. ചില പെൺകുട്ടികൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു, അങ്കിൾ എൻ്റെ പ്രശ്നം ചെറിയ ചെറിയ രോമങ്ങൾ ഇങ്ങനെ വരുന്നു, പുരുഷന്മാരെ പോലെ. അതിങ്ങനെ എടുത്ത് കളഞ്ഞ് ആ ഒരൊറ്റ കാര്യം ഈ പെൺകുഞ്ഞുങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഹോർമോണിൻ്റെ പ്രശ്നമൊക്കെ ആയിരിക്കാം. ആൺകുട്ടികൾക്കുള്ളതുപോലെ ചെറിയ രോമങ്ങൾ ഇവിടെ വരുന്നു. അത് മാത്രം ഇങ്ങനെ ബോദർ ചെയ്ത് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇടയ്ക്കിടയ്ക്ക് അത് ഷേവ് ചെയ്യുക, അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ട്രീറ്റ് ചെയ്യുക. അതോർത്ത് ഈ ഒരു കാര്യം മാത്രം, ആ ഭാരം ഇങ്ങനെ 24 മണിക്കൂർ ചിന്തിച്ച് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ കഴിയാതെ ആ ലൈഫ് ഭാരം നിമിത്തം ഇങ്ങനെ ഇരുന്ന് പോകും. ചിലർക്ക് പ്രശ്നം അവരുടെ ഫേസ് ഇഷ്ടമല്ല, ഉദ്ദേശിച്ച ഫേസ് അല്ല, ഉദ്ദേശിച്ച കളറല്ല, ഉദ്ദേശിച്ച ഉയരമല്ല, ഉദ്ദേശിച്ച വണ്ണമല്ല. നല്ല വണ്ണമുള്ളവർക്ക് ഒറ്റ ആഗ്രഹമുള്ള മെലിയണം. ഭയങ്കര മെലിയുന്നവർക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഒന്ന് ശരിയായ ഒന്ന് പുഷ്ടി വെച്ച് ഒരു നല്ല ഫിഗറായിട്ട് മാറണം. ഇതെല്ലാം നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പലതിനെ ചൊല്ലിയുള്ളതാണ്. ഒത്തിരി പേരുടെ ജീവിതത്തിലുള്ള മറ്റൊരു പ്രശ്നമാണ്, പഠിക്കുന്ന കാലത്ത് വളരെ ഫോക്കസ്ഡായി പഠിക്കുന്നില്ല. ആ സമയത്ത് ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് സമയം കളഞ്ഞ് പരീക്ഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി കൂട്ടി പിന്നെയുള്ള ജീവിതകാലം മുഴുവൻ പഠിച്ചിരുന്ന സമയത്ത് പഠിച്ചിരുന്നെങ്കിൽ എനിക്കിത് സംഭവിക്കില്ലായിരുന്നു. പിന്നെയുള്ള ജീവിതകാലം മുഴുവൻ ഈ റിഗ്രറ്റിലാണ് ജീവിക്കുന്നത്. മറ്റു ചിലർക്ക്
നല്ലൊരു വീട്ടിൽ ജനിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എവിടെ എത്തിയേനെ. എൻ്റെ ഫ്രണ്ട്സൊക്കെ, അവൻ്റെയൊക്കെ വീട്ടിൽ അവൻ്റെ ഡാഡിയും മമ്മിയൊക്കെ ഏത് ലെവലിലാണ്. ഞാനൊക്കെ ഇങ്ങനെ കിടക്കുക. എന്നെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉയരാൻ കഴിയും. പലരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന സീക്രട്ട് ഫ്രസ്ട്രേഷൻസ്, അത് നിമിത്തം അവരുടെ ആ ഭാരം നിമിത്തം അവരിങ്ങനെ താഴേക്ക് ഗുരുത്വാകർഷണം പോലെ ഉയരാൻ കഴിയാതെ താഴേക്ക് പുൾ ചെയ്ത് അവരുടെ ജീവിതത്തെ ഇങ്ങനെ പിടിക്കുകയാണ്. എന്നാൽ തൂവലുകളുണ്ടെങ്കിൽ അഥവാ ചിറകുകളുണ്ടെങ്കിൽ ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയും. വെയിറ്റ് എത്ര ഉണ്ടെങ്കിലും ശക്തിയേറിയ ചിറകുണ്ടെങ്കിൽ ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയും. ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഉയരങ്ങളിലേക്ക് പറക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. സോ യെശയ്യാവിൻ്റെ പുസ്തകം 40:31 പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അതിൻ്റെ പശ്ചാത്തലമെല്ലാം വെച്ച് വളരെ 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 ഗഹനമായൊരു സംഭവം എൻ്റെ പുറകിൽ കിടപ്പുണ്ട്. അത് ഞാൻ ഇന്നതിലേക്ക് പോകുന്നില്ല, മറ്റൊരിക്കൽ ഞാനതിനെക്കുറിച്ച് പറയാം. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ, ദൈവത്തെ കാത്തിരിക്കുന്നവർ, അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ, നാടൻ ഭാഷയിൽ അല്ലെങ്കിൽ ഡൗൺ ടു എർത്ത് ലാംഗ്വേജിൽ പറയുവാണെങ്കിൽ പ്രാർത്ഥിക്കുന്നവർ, പ്രാർത്ഥിച്ച് പ്രത്യാശിക്കുന്നവർ, പ്രാർത്ഥിച്ച് പ്രതീക്ഷയോടുകൂടെ ദൈവം അവസ്ഥകളെ മാറ്റുമെന്ന് വിശ്വസിക്കുന്നവർ ചിറകടിച്ച് കയറും. ചിറകടിച്ച് അവർ കയറും. അപ്പോൾ എത്ര ഭാരം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും, ഒന്ന്, ഈ ബേർഡൻ ലിഫ്റ്റർ ജീസസ് നമ്മളോടൊപ്പം ഉണ്ട്. ബേർഡൻ ലിഫ്റ്റർ ജീസസ് എന്ന് വെച്ചാൽ ഭാരങ്ങൾ എടുത്തു മാറ്റുന്ന കർത്താവ്. മത്തായി എഴുതിയ സുവിശേഷം 11:28, 29, 30 വചനങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറയുന്നു, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ. ഭാരം ചുമക്കുക എന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ലോഡിങ് അൺലോഡിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗോഡൗണിൽ വലിയ ഭാരങ്ങളൊക്കെ ചുമക്കുന്നവരെ കുറിച്ചാണോ? നോ. നിത്യജീവിതത്തിൽ മനസ്സിൽ വരുന്ന, ഹൃദയത്തിൽ വരുന്ന ഭാരങ്ങൾ എത്ര ഹൊറിബിളാണെന്നറിയാം. കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ പോലും നമ്മളെ മൈൻഡിൽ ഇങ്ങനെ ബോധർ ചെയ്തുകൊണ്ടിരിക്കും. ഉദാഹരണം ഞാൻ പറയാം. കുഞ്ഞിന് സുഖമില്ല. 3 വയസ്സുള്ള കുഞ്ഞിന് കുറച്ച് ദിവസമായിട്ട് വയ്യ, നല്ല ടെമ്പറേച്ചർ, ചെസ്റ്റ് കൺസഷൻ ഉണ്ട്, നല്ല പനിയാണ്. അതുപോലെ മാതാപിതാക്കളുടെ ഹൃദയം മുഴുവൻ ഭാരം കൊണ്ട് നിറഞ്ഞില്ലേ? ഓ മൈ ഗോഡ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ സീസണിലൊക്കെ ഒരു ദിവസം എത്രയോ പേരുടെ മെസ്സേജുകളാണ് എനിക്ക് ലഭിക്കുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി. മെയിൻ തിങ് ഈസ്, കുഞ്ഞുങ്ങൾക്ക് വയ്യ, പനി, പരീക്ഷ സീസണാണ്, എങ്ങനെ പരീക്ഷ എഴുതും? മാതാപിതാക്കളുടെ അകത്ത് അതൊരു വലിയ ഭാരമായി മാറുകയാണ്. അയ്യോ, പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പരീക്ഷ എഴുതാൻ പോയാലും പഠിക്കാതെ ആണ് എഴുതുന്നതെങ്കിൽ റിസൾട്ട് എന്തായിത്തീരും? ഭാവി എന്തായിത്തീരും? അടുത്ത റിസൾട്ട് അഡ്മിഷൻ കിട്ടുമോ? മനസ്സിലാവുന്നുണ്ടോ? ആ ഒരൊറ്റ കാര്യം മാത്രം നമ്മളെ ഇങ്ങനെ ഭാരപ്പെടുത്തി നമ്മളെ താഴത്തേക്ക് ഇരുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഒരു വചനം ഒന്ന് വായിച്ചോട്ടെ. നിങ്ങൾ ബൈബിളൊന്ന് തുറന്നേ. പലരുടെയും മൊബൈലിൽ തന്നെ ബൈബിളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗാഡ്ജറ്റുകളുണ്ട്. ഒന്നുമല്ല, വേദപുസ്തകത്തിൻ്റെ കോപ്പി കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുക. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഡിജിറ്റൽ കോപ്പി ഉപയോഗിക്കുന്നേ ഉള്ളൂ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ നമുക്കൊന്ന് നോക്കാം. അവിടെ പറയുന്നത്, therefore, since we are surrounded by such a great cloud of witnesses, let's throw off everything that hinders and the sin that so easily entangles. Let's run with perseverance the race marked out for us. എൻ്റെ മലയാളം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ പറയുന്ന അനുസരിച്ച് സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നു. ആരാണ് ഈ സാക്ഷികൾ? 11-ാം അധ്യായം
എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാർ എന്ന് വിളിക്കപ്പെടുന്നവരുടെ ഒരു വലിയൊരു പട്ടിക ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞ് അവരുടെ പ്രത്യേകത, ദേ ഫിനിഷ് ദെയർ റേസ്. അവരുടെ ഓട്ടം ഓടി തികച്ചു, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അങ്ങനെ ഫിനിഷ് ചെയ്ത എന്ന വിശ്വാസത്തിൻ്റെ ജീവിതം ഫിനിഷ് ചെയ്ത, ദൈവത്തിന് വേണ്ടി ജീവിച്ച് ഫിനിഷ് ചെയ്ത. ഞാൻ ഇടയ്ക്കൊന്ന് സുല്ലിട്ട് നിങ്ങളോട് പറയുക, ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? എൻ്റെ കണ്ണിലോട്ട് നോക്കിക്കൊണ്ട് പറയും, ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? എൻ്റെ ബ്രദറെ 2 പിള്ളേരുണ്ട്, ആ പിള്ളേരെ ഓർത്തിട്ട് ഞാൻ ജീവിക്കുക. എൻ്റെ ഭർത്താവിനെ ഓർത്തിട്ടാണ് എന്നേ ചത്തേനെ. ഈ പിള്ളേർക്ക് ആരുമില്ലാതെ അതുകൊണ്ട് മാത്രം ഞാൻ ജീവിക്കും. മറ്റുള്ളവരോട് ചോദിക്കുക, എന്തിനാണ് ജീവിക്കുന്നത്? ബ്രദറെ, എനിക്കൊരു സ്വപ്നമുണ്ട്. സ്വപ്നം എന്ന് പറഞ്ഞാൽ എനിക്കൊരു IAS പാസ്സായി, ഒരു കളക്ടറായി, അല്ലെങ്കിൽ ഇന്ന സർവീസിൽ എനിക്കാകണം. അതിനുവേണ്ടി ഞാൻ ജീവിക്കുന്നത്. വേറെ ആളോട് ചോദിക്കുമ്പോൾ പറയും, എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കാണും. എന്നാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ദൈവത്തിന് വേണ്ടി ജീവിക്കുക. എൻ്റെ ചില വചനങ്ങളിലേക്ക് ഞാൻ വരാം. എന്തായാലും അതിനു മുമ്പ് ഞാൻ ഇതൊന്ന് പറയട്ടെ. ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ഗുണമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം കൊടുക്കേണ്ടെന്നോ അല്ലെങ്കിൽ സമയം കൊടുക്കേണ്ടെന്നോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ പ്രൈമറി ഗോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതാണെങ്കിൽ ഉള്ള ഗുണം, താഴെ കിടക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്കങ്ങ് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ ഓൾ ഐ ആം ലിവിങ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത്. ഇതൊക്കെ നടന്നില്ലെങ്കിലും എന്താ? അതെ, ഇങ്ങനെ നമുക്കിതിനെല്ലാം അങ്ങ് വേവ് ഓഫ് ചെയ്ത് കളയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത്, നമുക്ക് ചുറ്റും ഇങ്ങനെ സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നിൽക്കുന്നത് കൊണ്ട് ലെറ്റ്സ് ത്രോ ഓഫ് എവ്രിതിങ് ദാറ്റ് ഹിൻഡേഴ്സ്. നമ്മളെ തടുക്കുന്ന സകലവും വലിച്ചെറിഞ്ഞു കളയാൻ. ആൻഡ് ദ സിൻ ദാറ്റ് സോ ഈസിലി എൻറ്റാങ്കിൾസ്. നമ്മളെ വല്ലാതെ പെട്ടെന്ന് വരിഞ്ഞു മുറുക്കുന്ന പാപങ്ങളിൽ കുരുങ്ങിപ്പോകരുത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നല്ലൊരു ഓട്ടക്കാരനാണ്, സ്പ്രിൻ്റോടും മാരത്തനോടും എല്ലാവരേക്കാളും മുമ്പിലോടും. പക്ഷേ ഇത്രയും വലിയ ഒളിമ്പിക്സിൽ പോയാൽ പോലും കെട്ടും സ്വർണ്ണ മെഡൽ. ആ രീതിയിൽ ഓടുന്ന ഒരാളാണ് നിങ്ങളിരിക്കട്ടെ. പക്ഷേ നിങ്ങൾ 2 കാലിലും കയറുകൊണ്ട് വരിഞ്ഞ് മുറുക്കി കെട്ടി ഒരു വലിയ ഇരുമ്പ് കുറ്റിയിലേക്ക് കെട്ടിയിട്ടാൽ ഓടുമോ? അവിടെ കിടക്കും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പല പാപ സ്വഭാവങ്ങൾ, അഡിക്ഷൻസ്, പാപപ്രവൃത്തികളിലുള്ള അടിമത്വങ്ങൾ. ഇത് നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിൽ നിന്നും ഈ കാല് കെട്ടിയിരിക്കുന്നത് പോലെ പുറകിലേക്ക് പിടിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഇത് കേൾക്കുന്ന പലർക്കും ഒരു വിടുതലുണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നിങ്ങൾ കാണും. യെസ്, ഓക്കെ. അപ്പോൾ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഭാരവും മുറുകെ പറ്റുന്ന പാപവും. എല്ലാവരും പറഞ്ഞേ, 2 കാര്യങ്ങൾ. ഭാരങ്ങൾ. ഇങ്ങനെ ഓർക്കുക, ഈ വാരിയല് കൊണ്ടുള്ള ഈ കൂട്ടിനകത്ത്, റിബ്കേജിനകത്ത് ഒരു ഹാർട്ടുണ്ടല്ലോ. ആ ഹാർട്ടിലോട്ട്, ആ ഹാർട്ട് തന്നെ ഒരു മനുഷ്യനിങ്ങനെ പിടിച്ചാൽ ഇതാണ് അതിൻ്റെ വലിപ്പം പറയപ്പെടും. ഈ ഹാർട്ടിലേക്ക് ഒരു 5 കിലോഗ്രാം ഭാരമുള്ള ഒരു വെയിറ്റ് കെട്ടിത്തൂക്കുക എന്നിരിക്കട്ടെ. എന്ത് സംഭവിക്കും? ആ ഹാർട്ടങ്ങ് പറഞ്ഞ് തൂങ്ങി, ചിലപ്പോൾ ആ വാൽവിൻ്റെ ഒക്കെ കണക്ഷൻ ഉണ്ടല്ലോ, അതും കൂടി പറഞ്ഞ് തൂങ്ങി താഴെ പോകില്ലേ. ഇതുപോലെ നമ്മുടെ അകത്ത് ഭാരങ്ങൾ ഇങ്ങനെ നമ്മളെ വലിച്ച് താഴേക്ക് ഇരുത്തും. ഇതുപോലെ തന്നെ ഈ നല്ല ഓട്ടക്കാരനാണ് നേരത്തെ പറഞ്ഞ പോലെ, ആ മനുഷ്യൻ്റെ ഈ ഷോൾഡറിലും കഴുത്തിലൂടെയൊക്കെ വലിയ റൗണ്ടിലുള്ള തിരികല്ല് പോലെ, മിൽ സ്റ്റോൺ പോലെ ഇത് കെട്ടിയിട്ടാൽ ഒളിമ്പിക്സിലായാലും എവിടെ പോയാലും മത്സരിച്ചാൽ ഓടിയാൽ വിജയിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒത്തിരി പേർക്കും ആഗ്രഹങ്ങളുണ്ടെങ്കിലും ഭാരങ്ങളും
മുറുകെ പറ്റുന്ന പാപങ്ങൾ പുറകിലേക്ക് സ്റ്റേ വയറുകൾ പോലെ പിടിക്കുക. ഈ പിടുത്തത്തിലാണ് പലർക്കും ജീവിതത്തിൽ പ്രോഗ്രസ് ഇല്ലാതെ പോകുന്നത്. സഹോദരങ്ങളെ, എനിക്കൊരാഗ്രഹമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകണം. ഈ വർഷം നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകണം. ആഗ്രഹമുണ്ടോ? ഇതൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാമോ? കൊച്ചു കൊച്ചു കാര്യങ്ങൾ പലതും നമ്മളെ ഇങ്ങനെ താഴേക്ക് വലിച്ചിരുത്തുമ്പോൾ അതിൻ്റെ സൊല്യൂഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഭാരങ്ങളില്ലാത്ത മനുഷ്യരിൽ എല്ലാവർക്കും ഭാരമുണ്ട്. എന്നാൽ ആ ഭാരത്തെ യേശു ഇങ്ങനെ നിൽക്കുക, കുഞ്ഞത്താ, നിന്റെ ജീവിതത്തിൻ്റെ ഭാരം, കൊച്ചു നൊമ്പരങ്ങൾ, വലിയ നൊമ്പരങ്ങൾ, തീവ്രമായ നൊമ്പരങ്ങൾ എല്ലാം എൻ്റെ കയ്യിൽ കിട്ടുക, താ, ഞാൻ ചുമന്നോളാം, നിന്റെ ഭാരവും ചുമന്നോളാം, നിന്നെ ചുമന്നോളാം, താ കുഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഇങ്ങനെ നിൽക്കുന്നു. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയും. എന്ന് മാത്രമല്ല, എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിക്കുക. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിൻ. എൻ്റെ നുകം മൃദുവും എൻ്റെ ഭാരം ലഘുവുമാകുന്നു. വളരെ കുറച്ചേ ഉള്ളൂ, കൊച്ചു ഭാരം, ഇത് മാത്രമേ ഉള്ളൂ. വാ. ഇങ്ങനെ ബേർഡൻ ലിഫ്റ്ററായി, ബേർഡൻ കാരിയറായി നിൽക്കുന്ന യേശുവിൻ്റെ കയ്യിലേക്ക് നമ്മുടെ ചെറുതും വലുതുമായ ഭാരങ്ങൾ, 5 കിലോഗ്രാം ഭാരമുള്ളത്, 500 കിലോഗ്രാം ഭാരമുള്ളത്, 5 ടൺ ഭാരമുള്ളത്, ഇതാ പിടിച്ചു, യേശുവെ ഞാൻ തരുന്നു എന്ന് പറഞ്ഞാൽ ദ മൊമെന്റ് ഇറ്റ് വിൽ ഗോ ഓഫ്, അത് പോവും. ഓക്കെ. എന്നിട്ട് 2ാമത്തെ വചനത്തിൽ പറയാം, ഫിക്സിങ് അവർ ഐസ് ഓൺ ജീസസ്. യേശുവിൽ കണ്ണ് പതിപ്പിക്കുക. ദ പയനിയർ ആൻഡ് പെർഫെക്റ്റർ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവൻ. The joy set before him, for the joy set before him, he endured the cross, scorning its shame, and sat down at the right hand of the throne of God. അപ്പോൾ അവനും ഈ നേരത്തെ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു എന്ന് പറയും. ഇവരെല്ലാവരുടെയും, അവരെല്ലാവരും ഒരു ക്യാപ്റ്റനും വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവ്. ആ യേശു കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് തൻ്റെ മുമ്പിൽ വെച്ചിരുന്നൊരു മഹാസന്തോഷം. ഓട്ടക്കളത്തിൽ ഒരു റേസിൽ ഓടുന്നവർക്ക് ഓടുമ്പോൾ ഓരോ കിതച്ച് തളർന്ന് വിയർത്ത് പാൻറ് ചെയ്ത് ഓടുമ്പോഴും കണ്ണിലൊരു സാധനമുണ്ട്, ട്രോഫി, ഒരു മെഡൽ അല്ലെങ്കിൽ ആ ട്രോഫി, ഫസ്റ്റ് പ്രൈസ്, ഇതാണ് ഉള്ളിലുള്ളത്. ആ പീഠത്തിലേക്ക് കയറി നിൽക്കുമ്പോൾ സ്റ്റേഡിയം മൊത്തമുള്ള ആളുകൾ കരഘോഷത്തോടുകൂടെ ഇതടിക്കുമ്പോൾ ലോകം മുഴുവൻ ലൈവായി അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ആ സന്തോഷം, അപ്രീസിയേഷൻ, ആ പ്രശംസ. ഇതുപോലെ യേശു കർത്താവ് തൻ്റെ ഓട്ടം തികച്ചത് എങ്ങനെയാണ്? തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന വലിയ സന്തോഷം. തോളിലിരിക്കുന്നത് ക്രൂശ്, തൻ്റെ മുമ്പിലിരിക്കുന്ന വലിയ സന്തോഷം അല്ലെങ്കിൽ വലിയ ക്രൗൺ. ഞാൻ ഒന്നുകൂടി പറഞ്ഞിട്ടെ, ഇഫ് യു ക്യാൻ ക്യാരി ദ ക്രോസ് ഓൺ ദ ഷോൾഡേഴ്സ്, ഇൻ ദ ടുമോറോസ് യു വിൽ വെയർ ദ ക്രൗൺ ഓൺ യുവർ ഹെഡ്. ഇന്ന് തോളിൽ ക്രൂശ് ചുമക്കുന്നവർക്ക് നാളെ ശിരസിൽ കിരീടം വച്ചു തരും. കമൻറ്റ് സെക്ഷനിൽ അതൊന്ന് ടൈപ്പ് ചെയ്തിടാമോ എല്ലാവരും? ഇന്ന് തോളിൽ ക്രൂശ് ചുമക്കാൻ തയ്യാറുള്ളവർക്ക് നാളെ ശിരസിൽ കിരീടം വെച്ച് തരും. കർത്താവ് കിരീടം തരും. അപ്പോൾ യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഇതൊക്കെ അലക്ഷ്യമാക്കി എന്ന് വെച്ചാൽ സഹനങ്ങൾ, കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ പാപികളാൽ ഒത്തിരി താൻ സഹിച്ചു. ഒത്തിരി പേരും ചിന്തിക്കുന്നത് യേശു കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിൽ, പ്രത്യേകിച്ച് അവസാനത്തെ ദിവസം, പ്രത്യേകിച്ച് അവസാനത്തെ മണിക്കൂറുകൾ ആണ് ഈ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന കഷ്ടത ഉണ്ടായത്. നോ സർ, നോ. തൻ്റെ ജീവിതകാലം മുഴുവൻ ജനിച്ച് വീണ സമയം മുതൽ, വേണ്ട, ജനിക്കുന്നതിന് മുമ്പ് മുതൽ താൻ തിരസ്കരിക്കപ്പെട്ടു. കാരണം തൻ്റെ വളർത്തുപിതാവാകേണ്ട തൻ്റെ മാതാവിൻ്റെ പ്രതിശ്രുത വരൻ അവളെ ഇട്ടിട്ട് പോകാൻ പോവുക. ബിക്കോസ് ഓഫ് ഹിം
അവിടെ മുതൽ അങ്ങോട്ട് പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ എന്ന് പറയുന്ന ഒരു പാപവുമില്ലാത്തൊരു പളുങ്ക് നിർമ്മല കുഞ്ഞ്. ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഒരു പാപവുമില്ലാത്ത വ്യക്തിത്വം പാപികളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയ വിമ്മിഷ്ടമുണ്ട്. അത് ജീവിതകാലം മുഴുവൻ യേശു കർത്താവ് സഹിച്ചു. അതിൻ്റെ ഏപെക്സ് ആയിരുന്നു പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. അത്രയും സഹിച്ചത് എന്താണ്? തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം. എൻ്റെ സഹോദരങ്ങൾ, എന്നെ ഒന്ന് നോക്കിയേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾക്കും സഹനങ്ങൾക്കും ദുരിതങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. അതിനെ ഒരു വര വരച്ചിട്ടുണ്ട്, അവിടെ വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ സന്തോഷമാണ്. വിശ്വാസമായില്ല, അതുകൊണ്ടാണ് ചിലരൊന്നും ചിരിക്കാത്തത്. ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ചിരിക്കുള്ളൂ. കാരണം ചില സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ കർത്താവ്, ഈ ക്ലോക്കിലെ സൂചി ഒന്നും അനങ്ങുന്നില്ലല്ലോ മര്യാദക്ക്, ഇതെന്ത് ഇത്ര സ്ലോ? അത്രയ്ക്ക് കഠിനമായ മെൻ്റൽ ആഗണിയിലൂടെ പോയ കാലങ്ങളുണ്ട്. എന്താ ഒരിക്കലും ഇത് മാറില്ല, ഒരിക്കലും ഞാൻ സന്തോഷിക്കില്ല, ഒരിക്കലും എനിക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാകില്ല എന്ന് ഞാൻ ഇങ്ങനെ ജീവിക്കും. നോ സർ, കർത്താവിൻ്റെ അവസ്ഥ മാറ്റി. ആ കർത്താവ് നിങ്ങളുടെ അവസ്ഥയെ മാറ്റും. ഇന്ന് കരയുന്നെങ്കിൽ നാളെ നിങ്ങൾ സന്തോഷിച്ച് ചിരിക്കും. ഇന്ന് രട്ടിലും വെണ്ണീറിലുമാണ് ഇരിക്കുന്നതെങ്കിൽ നാളെ ഉത്സവ വസ്ത്രവും നല്ല ഉടയാടകളും സെലിബ്രേഷൻ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും ഒക്കെ ധരിപ്പിച്ച് സന്തോഷത്തിൻ്റെ പാട്ട് പാടാനും ദൈവനാമ മഹത്വത്തിനായി സാക്ഷ്യം പറയാനും ദൈവം നിങ്ങളെ സഹായിക്കുമെന്നാണ് ഞാൻ ഈ പറയുന്നത്. വിശ്വാസം അല്ലെങ്കിൽ വേണ്ട, വിശ്വസിച്ചാൽ നിങ്ങളിത് കാണും. പ്രൈസ് ഗോഡ്. ഞാൻ വീണ്ടും പറയുന്നു, ഇന്ന് തോളിൽ ക്രൂശ് ചുമക്കുന്നവരെ, ഇന്ന് തലയിൽ മുൾക്കിരീടം വെച്ചിട്ടുള്ളവരെ, നാളുകളിൽ തോളിലെ ക്രൂശ് മാറും. ശിരസിലെ മുൾക്കിരീടം സന്തോഷത്തിൻ്റെ കിരീടമായി രത്നങ്ങൾ കൊണ്ടും വൈഡൂര്യങ്ങൾ കൊണ്ടും വിശേഷമായ പണിത്തരങ്ങളുള്ള ഗ്ലിറ്ററിങ്, ഗ്ലോയിങ്, റേഡിയൻറ്റ്, ബ്രില്യൻറ്റ് കിരീടം കർത്താവ് തലയിൽ വെച്ച് തരും. ഞാൻ ഇനി നേരത്തെ എൻ്റെ ഉള്ളിലേക്ക് വന്നൊരു വചനഭാഗം ഞാൻ വായിക്കാൻ പോവാം. ഗലാത്യ ലേഖനത്തിലേക്ക് വരാം. ഓക്കെ, 2-ാം അധ്യായം എടുക്കുക, 20-ാമത്തെ വചനം എടുക്കുക. അവിടെ പറയുന്നത്, ഐ ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ഐ നോ ലോnger live. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. വാട്ട് ആൻ എക്സ്ചേഞ്ച്, വാട്ട് എ ഡിസിഷൻ, വാട്ട് കൈൻഡ് ഓഫ് എ ലൈഫ്. ഇനി എനിക്ക് വേണ്ടിയല്ല ജീവിതം. നോ ആംബിഷൻസ് ഓഫ് മൈ ഓൺ, നോ ഡ്രീംസ് ഓഫ് മൈ ഓൺ. I have given over all my life to the hands of Jesus. എൻ്റെ ജീവിതം ഞാൻ കൊടുത്തു. ഓക്കെ, I no longer live, but Christ lives in me. Christ is alive in me. കേൾക്കുന്നുണ്ടോ? ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. His dreams, His visions, His thoughts, His wisdom, His spirit, ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നിൽ ജീവിക്കുന്നു. The life I live now, the life I now live in the body. ഇപ്പോൾ ഞാൻ ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നത് I live by faith in the Son of God. പുത്രനിലുള്ള അല്ലെങ്കിൽ ദൈവപുത്രനിലുള്ള വിശ്വാസത്തിലാണ് ഇപ്പോഴത്തെ എൻ്റെ ജീവിതം. Who loved me and gave himself for me. അവൻ എന്നെ സ്നേഹിച്ച് തന്നെ എനിക്ക് വേണ്ടി തന്നു. തിരിച്ച് ഞാനും എൻ്റെ അങ്ങോട്ട് കൊടുത്തു, എൻ്റെ ജീവിതവും കൊടുത്തു. ഈ ഒരു മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് ലവ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഡെഡിക്കേഷൻ ആൻഡ് സാക്രിഫൈസ്, അതാണ് ക്രിസ്തീയ ജീവിതം. അത് ഒത്തിരി പേർക്കറിയില്ല. ഈ പൗലോസിൻ്റെ BC എടുത്താൽ എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ് ലൈഫ് എടുത്താൽ, ക്രിസ്തുവിനെതിരെയും ക്രിസ്തുവിൻ്റെ സഭയ്ക്കെതിരെ ദൈവമക്കൾക്കെതിരെ പൂർണ്ണമായ ബലത്തോടെ കഴിവിൻ്റെ പരമാവധി ഉപദ്രവിക്കുകയും നശിപ്പിക്കുകയും ചെയ്ത ആളാണ്. ദൈവസഭയെ ഉപദ്രവിച്ചവനാണ്.
എന്നാൽ ഒരൊറ്റ എൻകൗണ്ടറിൽ യേശു കർത്താവിന് ഒന്ന് കണ്ടേ ഉള്ളൂ, അവൻ്റെ വാക്കൊന്ന് കേട്ടേ ഉള്ളൂ, എല്ലാം അങ്ങ് തിരിഞ്ഞു. നമുക്ക് ആവശ്യം അതാണ്, ഒരൊറ്റ സ്പർശനം. കർത്താവ് ഒന്ന് തൊട്ടാൽ മതി, എല്ലാം മാറുന്നേ. ഞാനല്ല പറയും, കർത്താവിൻ്റെ ഒരു സ്പർശനം വേണോ? കർത്താവ് അവസ്ഥകളെ മാറ്റണോ? വിശ്വസിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ലൈഫിലേക്ക് വരാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? സ്വന്തമായതൊക്കെ ഒന്ന് മാറ്റിവെച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്നവന് വേണ്ടി ജീവിക്കാൻ ഒരു തീരുമാനം എടുക്കാം. കർത്താവ്, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇത് കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അത് ഉണ്ടാകട്ടെ. ഇതിൽ ജീവിതത്തിൽ ഒത്തിരി മീൻസ് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം മുറിയെ പണിയെടുക്കുന്നു, പക്ഷെ ഒന്നും മുന്നോട്ട് നീങ്ങുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർക്കൊരു വലിയ വ്യത്യാസം ഉണ്ടാകട്ടെ. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പരാതി പറയുന്ന, കരയുന്ന പത്രോസും കൂട്ടരും പോലെ ആയിരിക്കുന്നവർക്ക് ജീവിതത്തിൽ വലിയ ലാഭകരമായ രീതിയിൽ വലിയ റിസൾട്ട് ഉണ്ടാകുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ അവരുടെ പ്രൊഫഷണൽ ജോലിയിൽ മറ്റെല്ലാത്തിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മൈഗ്രെയിൻ ഹെഡേക്സ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിട്ട്. ആരുടെയോ സിഗരറ്റ് പുകവലിക്കുന്ന സ്വഭാവം ഇപ്പോൾ മാറിപ്പോവുകയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള അഡിക്ഷൻസ് നിങ്ങളുടെ ശരീരത്തെ വല്ലാതെ ആരോഗ്യത്തെ പോലും പിടിച്ചുലക്കുന്ന ഭയങ്കരമായ ചില അഡിക്ഷൻസ്, ദുസ്വഭാവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വെട്ടിക്കളയുകയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് സംഭവിക്കട്ടെ. ഏതോ ഒരാൾ, നല്ല ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ അത് റിസൈൻ ചെയ്ത് സ്വന്തമായ എന്തോ സ്ഥാപനം തുടങ്ങിയോ ബിസിനസ് തുടങ്ങിയോ ചെയ്തിട്ട് കടത്തിൽ അവസാനിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തി, ചിലപ്പോൾ പലരും കാണും, എന്നെ കാണുന്നുണ്ട്. ഇനി എനിക്കൊരു ഭാവിയുണ്ട്. അതുപോലെ ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ആ വീണുപോയ കുഴിയിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ അവർ ഉയർന്നു വരട്ടെ, വഴികൾ തുറക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു കാറിന് 4 വീലുണ്ട്, അതിൽ ഒരെണ്ണം പഞ്ചറായാൽ ആ വണ്ടി മുന്നോട്ട് പോകാത്തതുപോലെ പോയാലും അറിയാമല്ലോ എങ്ങനെ ഓടുന്നു. ഒരു വീട്ടിൽ 4 പേർ, അതിൽ ഒരാൾക്ക് എന്തൊരു കുഴപ്പം സംഭവിച്ചിട്ട് അതിനാൽ ബാക്കിയുള്ള 3 പേരും തകരാറിലായിരിക്കുന്ന പോലുള്ളൊരു കുടുംബം യേശുവിൻ്റെ നാമത്തിൽ, ആ കുടുംബത്തിൽ ഒരു വലിയ സമാധാനം ഉണ്ടാകട്ടെ. ആ പ്രശ്നം വന്ന ആ വ്യക്തിക്ക് വിടുതലുണ്ടാകട്ടെ. അതിന് വിടുതലുണ്ട് എന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുകയാണ്. അതുകൊണ്ട് ദുഃഖിക്കേണ്ട, കർത്താവിൽ ആശ്രയിക്കുക. തിരുനാമത്തിൽ എല്ലാവരും ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. നാളെ കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.